നമസ്കാരം. നമ്മുടെ ഈ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ജനസംഖ്യാശാസ്ത്രവുമായി ബന്ധപ്പെട്ട സിദ്ധാന്തങ്ങളെക്കുറിച്ചാണ്. പ്രധാനമായിട്ടും രണ്ട് സിദ്ധാന്തങ്ങളാണ് ഈ വർഷം നമ്മുടെ രണ്ടാമത്തെ അധ്യായത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒന്നാമത്തെ സിദ്ധാന്തമാണ് മാൽത്തൂസിയൻ തിയറി ഓഫ് പോപ്പുലേഷൻ. മാൽത്തൂസിയൻ തിയറി ഓഫ് പോപ്പുലേഷൻ ഒരു ഇംഗ്ലീഷ് പൊളിറ്റിക്കൽ എക്കണോമിസ്റ്റ് ആയിരുന്ന തോമസ് റോബർട്ട് മാൽത്തൂസ് അദ്ദേഹത്തിൻ്റെ എസ്സേ ഓൺ പോപ്പുലേഷൻ എന്ന പുസ്തകത്തിൽ അദ്ദേഹം ഈ സിദ്ധാന്തം വിശദീകരിക്കുന്നുണ്ട്. ഈ സിദ്ധാന്തത്തിലൂടെ അദ്ദേഹം ജനസംഖ്യാ വർധനവുമായി ബന്ധപ്പെട്ട ചില വാദഗതികൾ ഉയർത്തുകയാണ്. ഒന്നാമതായി അദ്ദേഹം പറയുന്നത് ജനസംഖ്യാ വർധനവ് മനുഷ്യൻ്റെ ജീവിത ഉപാധികളായ ആഹാരം, കാർഷിക ഉൽപ്പന്നങ്ങളുടെ വർധനവ്, വസ്ത്രം തുടങ്ങിയവ ഉപാധികളുടെ ഉൽപ്പാദന വർധനവിനേക്കാൾ വളരെ വേഗത്തിലാണെന്നും അതുകൊണ്ട് തന്നെ ജനങ്ങൾ കൂടുതൽ കാലവും പട്ടിണിയിലായിരിക്കുകയും ചെയ്യുമെന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു വാദം. അദ്ദേഹം ഇത് വിശദീകരിക്കുന്നത് ജനസംഖ്യയുടെ വർധനവ് ജോമെട്രിക് പ്രോഗ്രഷനിലാണ്. അഥവാ 2, 4, 8, 16 അതായത് ഇരട്ടിച്ച് പോവുകയാണ്. ഈ വർഷം 2 ആളുകളാണെങ്കിൽ അടുത്ത വർഷം 4, അടുത്ത വർഷം 8, അടുത്ത വർഷം 16 ഇങ്ങനെയാണ് വർദ്ധിക്കുക. എന്നാൽ അവന് ജീവിക്കാൻ ആവശ്യമായ ആഹാരം, വസ്ത്രം, കാർഷിക ഉൽപ്പന്നങ്ങളുടെ വർധനവ് ഇത് അരിത്തമെറ്റിക് പ്രോഗ്രഷനിൽ മാത്രമാണ് വർദ്ധിക്കുക. അഥവാ 2, 4, 6, 8 2 വീതം മാത്രം അങ്ങനെ രീതിയിൽ മാത്രമാണ് വർദ്ധിക്കുക. അതുകൊണ്ടാണ് ഇപ്പോൾ ജനസംഖ്യ വളരെ ക്രമാതീതമായി വർദ്ധിക്കുന്നു. അതിന് ആനുപാതികമായ രീതിയിൽ അവൻ്റെ ജീവിത ഉപാധികൾ അല്ലെങ്കിൽ ജീവിക്കാൻ ആവശ്യമായ ആഹാര പദാർത്ഥങ്ങളുടെ ഉൽപ്പാദനമോ ഒന്നും വർദ്ധിക്കുന്നില്ല. ഇത് മനുഷ്യ സമൂഹത്തെ പട്ടിണിയിൽ കൊണ്ടുവരും. പിന്നെ അദ്ദേഹം രണ്ടാമത്തെ വാദഗതി ഇങ്ങനെ സംഭവിക്കുന്നതിൽ നിന്ന് പിന്മാറണമെന്നുണ്ടെങ്കിൽ ഈ ഇംബാലൻസ് അതായത് ജനസംഖ്യയുടെ വർധനവും കാർഷിക ഉൽപ്പന്നങ്ങളുടെ വർധനവും തമ്മിലുള്ള വ്യത്യാസം ആകണമെങ്കിൽ ചില നിയന്ത്രണങ്ങൾ ആവശ്യമാണ്. അപ്പോൾ സ്വാഭാവികമായി ചില നിയന്ത്രണങ്ങൾ മനുഷ്യനെ സംബന്ധിച്ച് അത്ര സാധ്യമല്ല, പക്ഷേ അവൻ നിർവഹിക്കുന്നുണ്ട്. വിവാഹം വൈകിപ്പിക്കുക, ബ്രഹ്മചര്യം അനുഷ്ഠിക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലൂടെ പലപ്പോഴും മനുഷ്യൻ്റെ ജനസംഖ്യാ വർധനവിനെ നിയന്ത്രിക്കാനായി ശ്രമിക്കുന്നുണ്ട്. അത് പക്ഷേ അത്രയേറെ ശക്തമായ രീതിയിൽ നടപ്പിലാക്കാൻ കഴിയാറില്ല. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ പ്രകൃതി സ്വമേധയാ ചില നിയന്ത്രണങ്ങൾ കൊണ്ടുവരാറുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. അതിന് അദ്ദേഹം പറയുന്നത് പോസിറ്റീവ് ചെക്ക് എന്നാണ്. അതായത് വരൾച്ച, പകർച്ചവ്യാധികൾ, പ്രകൃതിക്ഷോഭങ്ങൾ എന്നിവയിലൂടെയൊക്കെ കൂടുതലായി ഒരുമിച്ച് ആളുകൾ മരിച്ചു പോകാനായിട്ട് ഇടയാകുന്ന രീതിയിൽ പ്രകൃതി തന്നെ ചില നിയന്ത്രണങ്ങൾ കൊണ്ടുവരികയും ചെയ്യുന്നു എന്നാണ് അദ്ദേഹം ഈ സിദ്ധാന്തത്തിൻ്റെ ആദ്യ ഭാഗത്ത് വാദിക്കുന്നത്. അതിൽ കുറച്ച് കാലത്തേക്ക് ഈ സിദ്ധാന്തം ചില പ്രസക്തികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് ഇതിൻ്റെ പ്രസക്തി ഇല്ലാതാകുകയാണ് ചെയ്തത്. അല്ലെങ്കിൽ അഥവാ ഈ സിദ്ധാന്തത്തെ വിമർശിക്കുകയാണ് പിന്നീടുള്ള സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരൊക്കെ ചെയ്തത്. പ്രധാനപ്പെട്ട കാരണം പിന്നീട് പല രാജ്യങ്ങളിലും ജനസംഖ്യയേക്കാൾ കൂടുതലായി വളർച്ചാ നിരക്ക് സാമ്പത്തിക വളർച്ച നേടാനായിട്ട് ഇടയാകുകയുണ്ടായി. യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ വലിയ മാറ്റങ്ങൾ 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാന ദശകങ്ങളിലും 19-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശകങ്ങളിലുമൊക്കെ വ്യവസായവൽക്കരണവും ഒക്കെ ഭയങ്കരമായിട്ടുള്ള സാമ്പത്തികമായ വളർച്ചയുണ്ടായി. വ്യാവസായവൽക്കരണം അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേനെ സ്വാഭാവികമായി ഈ പോവർട്ടിയൊക്കെ കുറയാനായിട്ട് തുടങ്ങി, ജനസംഖ്യ വളർച്ച കുറയാൻ തുടങ്ങി. എന്നാൽ അതോടൊപ്പം സാമ്പത്തിക വളർച്ച കൂടുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഇതിന് ഉള്ള പ്രസക്തി വിമർശകന്മാർ വിമർശിക്കപ്പെടുകയുണ്ടായി.
രണ്ടാമത് അദ്ദേഹം പറയുന്നത് പോസിറ്റീവ് ചെക്കിനെ കുറിച്ചുള്ള കാര്യങ്ങളിലാണ് പിന്നീടുള്ള വിമർശനങ്ങൾ ഉണ്ടായിട്ടുള്ളത്. നമുക്കറിയാം ആധുനിക കാലഘട്ടത്തിൽ പകർച്ചവ്യാധികളെ നിയന്ത്രിക്കാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ട്. അപ്പം നിങ്ങളുടെ മനസ്സിൽ പെട്ടെന്ന് കോവിഡുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വന്നിട്ടുണ്ടാകും. പക്ഷേ അത് ഒറ്റപ്പെട്ട സംഭവങ്ങളാണ്. ഇതുവരെ വന്നിട്ടുള്ള മിക്കവാറും എല്ലാ പകർച്ചവ്യാധികളെയും നിയന്ത്രിക്കാൻ നമ്മുടെ ലോകത്ത് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ വളരെ മുൻകൂട്ടി തന്നെ പ്രകൃതിക്ഷോഭങ്ങളെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഇപ്പോൾ കഴിയുന്നു. അതിനുള്ള ശാസ്ത്രീയമായ മാർഗ്ഗങ്ങൾ, അങ്ങനെ വരുമ്പം വലിയ അപകട മരണങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള സുരക്ഷാ മാർഗം ഒക്കെ നമുക്ക് സ്വീകരിക്കാൻ കഴിയുന്നു. ആളുകളെ സുരക്ഷിതമായിട്ട് മാറ്റാൻ കഴിയുന്നു. അപ്പോൾ അതുകൊണ്ട് കലാമിറ്റിയിലൂടെയൊക്കെയുള്ള പ്രകൃതി ക്ഷോഭങ്ങളിലൂടെയൊക്കെയുള്ള മരണങ്ങളെ കുറയ്ക്കാനും ഒക്കെ നമുക്ക് പലപ്പോഴും കഴിയുന്നുണ്ട്. അപ്പോൾ പോസിറ്റീവ് ചെക്ക് ആ രീതിയിൽ ഒരു നിയന്ത്രണം ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ ജനസംഖ്യാ വർധന നിയന്ത്രിക്കാൻ കഴിയുന്നു എന്ന് പറയുന്നിടത്ത് നമുക്ക് മറ്റ് കുറച്ചുകൂടെ വികസിതമായ കാര്യങ്ങളിലേക്ക് നമുക്ക് എത്താൻ കഴിയും. പിന്നെ മറ്റൊന്ന് പ്രിവെൻറ്റീവ് ചെക്സാണ്. നമുക്കറിയാം പണ്ട് കാലത്തെ പോലെ അല്ല ഇന്ന് കൃത്രിമമായ രീതിയിൽ നമുക്ക് നമ്മുടെ മനുഷ്യ ഉൽപ്പാദനത്തിനെ മനുഷ്യൻ്റെ ജനസംഖ്യാ വർധനവിനെ നിയന്ത്രിക്കാൻ ധാരാളം മാർഗ്ഗങ്ങളുണ്ട്. കുടുംബാസൂത്രണ പദ്ധതികളൊക്കെ നമുക്കിന്ന് കൂടുതലായിട്ട് വ്യാപകമായിട്ടുണ്ട്. അതിനുള്ള ഒരുപാട് ഉപാധികളും നമുക്കിന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജനസംഖ്യാ നിയന്ത്രണം കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട് നടപ്പിലാക്കാൻ നമുക്ക് കഴിയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതുവരെ മാത്യൂസ് പറഞ്ഞു വന്നിരുന്ന രണ്ട് വാദഗതികളെയും ആധുനിക ലോകത്തെ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരും മറ്റ് സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാരും വിമർശന വിധേയമാക്കുകയും ഈ സിദ്ധാന്തത്തിന് പ്രസക്തിയില്ല എന്ന് പറഞ്ഞു വയ്ക്കുകയും കൂടെ ചെയ്യുന്നുണ്ട്. മാത്യൂസിയൻ തിയറിയെ ലിബറൽ ആൻഡ് മാർക്സിസ്റ്റ് സ്കോളേഴ്സ് ശക്തമായി എതിർക്കുന്നുണ്ട്. അതിന് കാരണം അവർ പറയുന്നത് പോവർട്ടി യഥാർത്ഥത്തിൽ ഉണ്ടാകുന്നതിനുള്ള കാരണം പോപ്പുലേഷൻ ഗ്രോത്ത് അല്ല, മറിച്ച് സമൂഹത്തിലെ സാമ്പത്തികമായ വിഭവങ്ങളുടെ ഉപയോഗിക്കുന്നതിനകത്തുള്ള അസന്തുലിതമായിട്ടുള്ള വിതരണമാണ് പോവർട്ടിക്ക് കാരണമെന്നാണ് മാർക്സിസ്റ്റ് ചിന്തകന്മാരും അത്തരം വിദഗ്ധരും അഭിപ്രായപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ സാമൂഹ്യ വ്യവസ്ഥിതിയിൽ ആ ഒരു ആധുനിക അല്ലെങ്കിൽ ഒരു നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥിതിയിൽ മുൻഗണനാ വിഭാഗങ്ങൾ പലപ്പോഴും അനീതിയോടുകൂടി പെരുമാറുന്നെന്നും മുഴുവൻ വിഭവങ്ങളും അവർ കൈയടക്കാനായി ശ്രമിക്കുകയാണ്, അവരുടെ ആനന്ദത്തിനും അവരുടെ ലക്ഷറി ലൈഫ് ലീഡ് ചെയ്യാനും ഒക്കെ ഉപയോഗിക്കുന്നു. അപ്പോൾ അതുമൂലം ഒരു വലിയ വിഭാഗത്തിന് അവ ലഭിക്കാതെ പോകുന്നത് കൊണ്ടാണ് മെജോറിറ്റിയും പോവർട്ടിയിലേക്ക് പോകുന്നത് എന്നൊരു വാദഗതിയാണ് ലിബറൽ ആൻഡ് മാർക്സിസ്റ്റ് സ്കോളേഴ്സിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അപ്പോൾ ആ രീതിയിൽ അവരുടെ വ്യാഖ്യാനം ഈ മാൽത്തൂസ് പറയുന്നത് പോലെ പോവർട്ടിക്ക് കാരണം ഈ പറയുന്ന പോപ്പുലേഷൻ വർധനവല്ല എന്നുള്ളൊരു വാദഗതിയും ഇതിനെതിരായിട്ട് ഉയർത്തുന്നുണ്ട്. Let us discuss the theories related to demography. Here we are discussing two theories related to demography. First theory is Malthusian theory of population. Thomas Robert Malthus is an English political economist. In his essay on population, he was discussing the population growth and its relation to the poverty. According to his argument, the growth rate of population is faster than the growth rate of human subsistence, like production of food, agricultural production, and cloth, like that. So this is the population growth is the cause of poverty. The difference between the growth rate of population growth and the rate of growth of subsistence is the cause of poverty. According to him, population rises in geometric progression.
whereas agricultural production grow in arithmetic progression. That is, population rises in geometric progression means they doubled in every year, or like that. This year population is 200, next year 400, next year 800, like that, the 2, 4, 8, 16, like that. Whereas the agricultural production grows only in arithmetic progression, that is 2, 4, 6, 8, 10, like that. So he said, unfortunately, humanity has only a limited ability to voluntarily reduce the growth rate of population. He called this control is preventive check. That is the voluntarily control of population through preventive checks. What is mean by preventive checks? Postponing marriage, practicing sexual abstinence or celibacy, like that. And he said, nature itself control the population growth. This method is called positive checks. What is positive checks? In the form of famines and diseases, immediately large number of people died. And this is a method of nature to control population growth according to Malthus. So he said preventive checks and positive checks to control, made a balance between the population growth and the growth of subsistence. The initial time this theory has some support from many scholars. But after a century, many of the scholars criticize these arguments. The second half of 18th century and the early 19th century, in Europe, economic growth overtakes the population growth. We know industrialization like process happened, and many of the countries become developed nations, and population growth decreased and economic growth increased. So they criticize the argument of Malthus. More than that, through modern discoveries and invention, more birth control techniques practiced in human community. And also the new inventions and methods predict calamities, earthquake, tsunami, thunderstorm, like that, hurricane, like that. Advancement in the field of medicine, medical science, control many diseases, pandemics. So they can control, normally they can control the death due to like pandemic or diseases. Then the Malthus was also criticized by liberal and Marxist scholars. Why? Because they said poverty is not due to population growth. It is because of the unequal distribution of economic resources rather than population growth. They said the privileged minority to live in luxury, whereas
majority of the people were forced to live in poverty. That is, the majority of the resources controlled by a minority of people, because the minority couldn't access the resources. This is the reason of the poverty, according to liberal and Marxist scholars. So, modern period economists and other scholars neglect the argument of Malthus on population growth.